എന്റെ ഈ കൈന്റെ ഇത് അഴിച്ചു മാറ്റണം എന്നാണ് അവർ പറഞ്ഞത്. അവർക്ക് വിശ്വാസമാണെങ്കിൽ എനിക്ക് ഇഞ്ചുറി കിട്ടിയിട്ടുണ്ട്. അവര് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് അവര് വിശ്വസിക്കാനായിട്ട് തയ്യാറാവണില്ല. മേലുദ്യോഗസ്ഥരോട് വിളിച്ച് പറയിച്ചിട്ട് അവർ നേരിട്ട് ഇടപെട്ടിട്ടും അവര് ഒന്നിനും തയ്യാറായില്ല. അപ്പോൾ 6 മണി സമയം ഇത്ര 1:30 വന്നാണ് ഞാൻ. ഇത്ര മണിക്കൂറിനൊടുവിലാണ് എനിക്ക് ചെയ്യാൻ സാധിച്ചത്. പക്ഷേ ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ ഇന്ന് നടന്ന നിങ്ങളുടെ അനുഭവത്തെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു? ഈ രീതിയിൽ പോകേണ്ട കാര്യമുണ്ടായിരുന്നോ? ഇല്ല, ഇത് എനിക്കുള്ള അനുഭവം ആർക്കും ഉണ്ടാകരുതെന്നാണ് എന്റെ ആഗ്രഹം. അതെ, ഞാൻ ഇവിടെ 1:30 വന്നാണ്. എന്റെ മോളും ഞാനും എന്റെ അച്ഛനും അമ്മയും വന്നതാണ്. അമ്മ തിരിച്ചു പോയി. ഞാനും എന്റെ അച്ഛനും 1:30 വന്നിട്ട് ഇതിപ്പോ 6 മണി സമയം. ഞാനും അച്ഛനും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഞാൻ എന്റെ സ്വന്തം വീട് കണ്ണകുളങ്ങര, ഹസ്ബൻഡിന്റെ വീട് ആനന്ദപുരം. ഞാൻ അവിടെ നിന്നാണ്. അവര് ഇത് ഇഞ്ചുറി കാണണം എന്നുള്ള ഭാഷയിൽ തന്നെയായിരുന്നു. എന്ത് പറഞ്ഞിട്ടും ആള് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഓഫീസർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. മെഡിക്കൽ റിപ്പോർട്ട്സ് കാണിച്ചിട്ട് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തത്? ആളിത് അപ്പോ വിരലില്ലാത്തവർക്ക് മാത്രം മറ്റേ ഫിംഗറിൽ ഇത് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ആള് പറഞ്ഞത്. മറ്റ് സഹപ്രവർത്തകരടക്കം മറ്റു വിരൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആള് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അത് നിയമവിരുദ്ധമാണെന്ന് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലതവണ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടു, അവരെ കാര്യങ്ങൾ അറിയിച്ചു. അതിനുശേഷം അക്ഷയെ വിളിച്ച് സംസാരിച്ചു. കളക്ടർ വിളിച്ച് പറയിക്കുന്നു പറഞ്ഞിട്ടും കളക്ടർ വന്നാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞതാണ് ഓഫീസർ. ഇത്ര ഫൈറ്റ് ചെയ്തിട്ട് ഒരു വോട്ട് ചെയ്തപ്പോൾ എന്താണ് കുറെ കാലം വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ത് തോന്നുന്നു? അഭിമാനം തോന്നുന്നു. ജനാധിപത്യത്തിന് വേണ്ടി വോട്ട്. അതെ, സങ്കടം തോന്നിയിരുന്നോ? വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സങ്കടം? അതെ, ഇത്ര മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് വോട്ട് ചെയ്യാൻ പറ്റിയോ ഇല്ലയൊന്നും അറിയാത്തതിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വോട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷിക്കുന്നു. ഭക്ഷണം കഴിച്ചില്ല, അച്ഛൻ കാത്തു നിൽക്കുന്നതായിരുന്നു. വളരെ ഇമോഷണൽ ആയിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായ ഒരു സമയമായിരിക്കും കടന്നുപോയത് അല്ലേ? അതെ അതെ, എല്ലാവരും വിളിച്ചു പറയലും ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ വേറെ അതൊന്നും പോരാ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.